എന്റെ പണിക്കരല്ല നിങ്ങൾ എന്താ കാലത്ത് തന്നെ ഈ ചാടി കളിക്കുന്നേ? എക്സർസൈസ്. എന്റെ മനുഷ്യ അടുക്കളയിൽ എന്തോരം ജോലിയാ കിടക്കുന്നത്. തുണിയെടുക്കണം, പാത്രം കഴുകണം, വെള്ളം കയറണം. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ശരീരത്തിന് ഒരു എക്സർസൈസ് ഈ വക പണികളൊക്കെ ചെയ്തതേ ആണുങ്ങളല്ല പെണ്ണുങ്ങളാ. അതെങ്ങനെയാ? ഏത് സമയവും മേക്കപ്പെട്ട് നടക്കലല്ലേ നിന്റെ പണി. അതെ, പെണ്ണുങ്ങളെ കളിയാക്കാനുണ്ടല്ലോ. എന്തിനാ എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങൾ തന്നെ വേണം? എന്റെ മനുഷ്യ നിസ്സാരമായിട്ട് നിങ്ങളുടെ പാന്റിന്റെയോ ഷർട്ടിന്റെയോ ഒരു ബട്ടൺസ് പൊട്ടിയാൽ അത് ഉണ്ടെങ്കിൽ പോലും പെണ്ണുങ്ങൾ വേണം. പെണ്ണുങ്ങളില്ലെങ്കിൽ പിന്നെ ആണുങ്ങളുടെ പാന്റിനും ഷർട്ടിനും എന്തിനാ ഈ ബട്ടൺസ്? നിങ്ങളുടെ ഈ അവിഞ്ഞ താടി മുടി ഇപ്പൊ ഒരു കണ്ണട. എനിക്ക് കണ്ണടക്കാരെ പണ്ട് മുതലേ കാണുന്ന കാര്യ. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾ ഈ കണ്ണട എങ്ങാനും വെച്ചോണ്ടാ വന്നിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. നിന്നെ കാണാൻ വന്നപ്പോഴേ ഞാൻ ഈ കണ്ണട വെച്ചാ നിന്നെ നോക്കിയിരുന്നെങ്കിലേ ഞാനും നിന്നെ കണ്ടത്തില്ലായിരുന്നു. ഹലോ, യെസ് മിസ്സിസ് കാണിക്ക സ്പീക്കിംഗ്. ഓ ഹായ് മിസ്സിസ് ഡൊമിനിക്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഡൊമിനിക്കാ വിളിച്ചത്. എന്റെ പണിക്കരണ്ട ഈ വർഷത്തെ മാതൃകാ ദമ്പതികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം നമുക്കാ കിട്ടിയിരിക്കുന്നത്. കിട്ടിയത് എന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. പണിക്കരണ്ട എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാലും നിന്റെ കണ്ണുകൾ കാണുമ്പോഴേ എന്നാ ബ്യൂട്ടിയാണെന്നറിയോ നിന്നെ കാണാൻ. എന്റെ പണിക്കരട്ടിന് ഈ താടി, ഈ കണ്ണട, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ അവാർഡ് എന്തൊക്കെ പറഞ്ഞാലും കിട്ടാൻ നമുക്ക് മാത്രമേ യോഗ്യതയുള്ളൂ അല്ലേ? അതെ അതെ അതെ. അയ്യോ, ഈ എല്ലാരും കൺഗ്രാറ്റുലേഷൻസിന്റെ വേഗമായിരിക്കും. ഹലോ, യെസ് മിസ്സിസ് പാനിക്കൻ ഹിയർ. ഗംഭീര, പറയൂ പറയൂ. ആണോ? ഓക്കെ എന്നാ താങ്ക് യു, ബൈ. എന്നാ പറ്റി കമലു, എന്നാ പറ്റി? പണിക്കരേട്ടാ, അതെ, മാതൃകാ ദമ്പതികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം നമുക്കല്ല, അത് കമ്പ്യൂട്ടറിന് തെറ്റ് പറ്റിയതാണ്. അല്ലെങ്കിലും അങ്ങനെ വരത്തുള്ളൂ. നീ കുടുംബത്ത് കാലെടുത്ത് വെച്ച് അന്ന് തുടങ്ങിയത് ആകാശകാലം. മാതൃകാ ദമ്പതികൾക്കൊരു മണ്ണാകട്ടം കിട്ടത്തില്ല. ഓ അതെ, വരുന്നു പിന്നെ നാശം പിടിച്ച ഫോൺ. ഹലോ, യെസ് മിസ്സിസ് പണിക്കർ ഹിയർ. ഓ റിയലി? ആണോ? താങ്ക് യു സോ മച്ച്. ഓക്കെ ദെൻ ബൈ. സോ നൈസ് ഓഫ് യു. എന്നതാണ് കമലു, എന്നതാണ്? എന്നാ പണിക്കരേട്ടനെ കേട്ടില്ലേ? മാതൃകാ ദമ്പതിക്കുള്ള പ്രോത്സാഹന സമ്മാനം മാത്രമല്ല, ഒന്നാം സമ്മാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അല്ലേലും അതെ എന്റെ കമലുവിന്റെ ഭാഗ്യം ഇതൊക്കെ. അയ്യോ, എന്റെ ഭാഗ്യമില്ല, പണിക്കരേട്ടന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാ. ഹലോ, യെസ് മിസ്സിസ് പണിക്കർ ഹിയർ. രമ്യോ? എന്താ രമ്യ? ആണോ? സോ സാഡ്. സാരമില്ല രമ്യ, ജീവിതമാകുമ്പോ ഇതൊക്കെ സാധാരണയാ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാം. ഓക്കെ, ബൈ. എന്നടി കാര്യം? ഓ, ഇത് അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ ഭാര്യ. അവിടുത്തെ രമ്യയും സുധാകരനും ഏത് നേരം അടിയാ. ഒരു കാര്യം ചെയ്യാൻ പഠിക്കണ്ട, നമുക്കൊന്ന് അവിടെ വരെ ചെല്ലാം. എന്നിട്ട് നമ്മളെ പോലെ സ്നേഹത്തോടെ സഹോദര്യത്തോടെ ഐക്യത്തോടെയും ഒക്കെ ജീവിച്ച് മാതൃകാ ദമ്പതികളാകാൻ ഉപദേശിക്കാം. അത് മാത്രമല്ല, ഇപ്പൊ അവന് കിട്ടിയ കാര്യങ്ങളൊന്നും പറയാമല്ലോ. കാറെടുക്കടി, നമുക്ക് പോവാം. ഞാനില്ലാത്ത നേരത്ത് ഇവിടെ വലിഞ്ഞേറി വരുന്ന ഒരാളൊക്കെയെന്ന് എനിക്ക് ഇപ്പൊ അറിയാം. അത് മതി. എന്റെ മനുഷ്യ കണ്ടീച്ചറില്ലാതെ വർത്തമാനം പറയുന്നത് ഇവിടെ ആരും വന്നിട്ടില്ല. വന്നിട്ടില്ലേ? അപ്പൊ ആരുടെയാണ് ഈ കിടക്കുന്ന നാല് ഓർത്ത്? തോർത്തോ? കോർത്ത എന്റേതല്ലാത്ത ഈ കാണുന്ന നാല് കോർത്ത് ആരുടെയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയാം. സത്യം പറയും, നിന്നെ ഇന്ന് ഞാൻ. അയ്യോ, ഈ കാലമാണ് നിന്നെ തല്ലിക്കൊല്ലുന്നേ. നാട്ടുകാരെ ഓടി വായോ. എന്നാണ് അത് താര? ഇന്നും രാവിലെ തുടങ്ങിയല്ലോ വഴക്ക്. ഇന്നെന്താ
പ്രശ്നം? പണിക്കരട്ടാ നോക്ക്, ഞാനില്ലാത്ത സമയത്ത് ഈ വീട്ടിൽ ആരൊക്കെയോ വരുന്നുണ്ട്. അതെങ്ങനെ സുധാകരന് മനസ്സിലായി? ചേച്ചി നോക്ക്, ഈ കാണുന്ന തോർത്തൊന്നും ഈ വീട്ടിലല്ല. ഇതൊക്കെ ആരുടെ തോർത്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ പൊന്നു പണിക്കരേട്ടാ, ഈ മുതുകാലം കാണുന്ന എന്നെ എപ്പോഴും സംശയമാ. സത്യം പറയും, ആരുടെ അടി ഈ തോർത്ത്? എന്റെ പൊന്നു സുധാകര, വഴക്കൊന്നുമില്ലാതെ ഞങ്ങളെ പോലെ മാതൃകാ ദമ്പതികളായിട്ട് ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കും. അതല്ലേ, എനിക്കാണെങ്കിൽ എന്റെ കവലയുടെ നല്ല വിശ്വാസം. അയ്യോ, എനിക്ക് പഠിക്കുന്നതിനെ ഭയങ്കര വിശ്വാസമല്ലേ? അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എനിക്ക് ഇവിടെ ഒട്ടും വിശ്വാസമില്ല. സത്യം പറയടി, ആരുടെ അടി തോർത്ത്? സുധാകരൻ തന്നെ, ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇങ്ങോട്ട് മാറി. ഈ തോർത്തൊക്കെ ആരുടെയാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുക്കലേ കവലു. ഇത് മറ്റേ മിസ്റ്റർ ജോണിന്റെ തോർത്തല്ലേ? ഇതെങ്ങനെ ഇവർക്കറിയാം? ഇത് 12 മണിക്കാരൻ ക്ലീറ്റസിന്റെ. എടി ഭയങ്കരി. ഇത് മറ്റേ പാൽക്കാരൻ മാറുണ്ട് തോർത്തല്ലേ? നിനക്കിട്ട് ഞാൻ തരുന്നുണ്ട്.